ഹോളിവുഡ് നടൻ മാറ്റ് ഡാമനൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സംവിധായകൻ ആരാകും? എസ് രാജമൗലി, മണിരത്നം, ശങ്കർ തുടങ്ങി ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എടുക്കുന്നവരാകും? അതോ പായൽ കപാടിയ, അനുരാഗ് കശ്യപ് എന്നിവരെ പോലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധ നേടിയവർ? ക്രിസ്റ്റഫർ നോളന്റെ ദ ഒഡീസിയുടെ പ്രൊമോഷന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നപ്പോൾ ഹോളിവുഡ് താരത്തിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഒറ്റ പേര്. അക്കാലത്ത് എല്ലാവരും ഒപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്ന സംവിധായകൻ. ഇങ്ങനെ ഒരു മുഖവുരയോടെയാണ് മാറ്റ് ഡാമൻ ആ പേര് പറഞ്ഞത്. ശേഖർ കപൂർ. The filmmaker starting out that everyone wanted to collaborate with was Shekhar Kapur. അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടമായതിന്റെ നിരാശയും താരം പങ്കുവച്ചു. I couldn't do the Four Feathers for some reason, and I was really upset about that. But because I think I was signed up for a Bourne movie. 2002 ശേഖർ കപൂർ സംവിധാനം ചെയ്ത ദ ഫോർ ഫെദേഴ്സ് എന്ന ചരിത്ര സിനിമയിൽ തനിക്കൊരു പ്രധാന വേഷം ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ബോൺ ചിത്രത്തിനായി കരാർ ഒപ്പിട്ടിരുന്നതിനാൽ ആ ഓഫർ നിരസിക്കേണ്ടി വന്നതായും ഡാമൻ ഓർത്തെടുത്തു. അന്തരിച്ച പ്രശസ്ത നടൻ ഹീത്ത് ലെഡ്ജർ ആയിരുന്നു ഫോർ ഫെദേഴ്സിലെ ഈ വേഷം അവതരിപ്പിച്ചത്. നടന്റെ കരിയറിലെ മികച്ച പെർഫോമൻസുകളിൽ ഒന്ന്. മാറ്റ് ഡാമന്റെ നഷ്ടബോധം ചില്ലറയൊന്നുമാകില്ല. ഇന്ത്യൻ സിനിമയിലും വിദേശ സിനിമയിലും ഒരുപോലെ ശക്തമായ സാന്നിധ്യം അറിയിച്ച അപൂർവം സംവിധായകരിൽ ഒരാളാണ് ശേഖർ കപൂർ. മാസും, മിസ്റ്റർ ഇന്ത്യ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ക്യാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ബാൻഡിറ്റ് ക്വീൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തത്. ചമ്പൽക്കാടുകളെ വിറപ്പിച്ചിരുന്ന ഫൂലൻ ദേവിയുടെ ജീവിതകഥ പറഞ്ഞ ചിത്രം വലിയ കോളിളക്കങ്ങളാണ് ഉണ്ടാക്കിയത്. ചിത്രത്തിന്റെ കൃത്യതയെ ശക്തമായി എതിർത്ത ഫൂലൻ ദേവി തന്നെ രംഗത്തെത്തി. സിനിമ ഇന്ത്യയിൽ നിരോധിക്കണമെന്നും ഇല്ലെങ്കിൽ തിയേറ്ററിന് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. തർക്കം നിയമയുദ്ധത്തിലേക്ക് കടന്നു. ഡൽഹി ഹൈക്കോടതി സിനിമയുടെ റിലീസ് താൽക്കാലികമായി വിലക്കി. എന്നാൽ 1996 സുപ്രീം കോടതി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകി. സർട്ടിഫിക്കറ്റോടെ ബാൻഡിറ്റ് ക്വീൻ തിയേറ്ററുകളിലേക്ക് എത്തി. ബാൻഡിറ്റ് ക്വീനിന് പിന്നാലെ കേറ്റ് ബ്ലാഞ്ചറ്റിനെ നായികയാക്കിയായിരുന്നു ശേഖർ കപൂറിന്റെ അടുത്ത ചിത്രം എലിസബത്ത്. നടിയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായ ചിത്രം. 7 ഓസ്കാർ നാമനിർദ്ദേശങ്ങളാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. അതിനുശേഷമാണ് ശേഖർ ഫോർ ഫെദേഴ്സ് സംവിധാനം ചെയ്യുന്നത്. 2007 കേറ്റും ശേഖറും വീണ്ടും ഒന്നിച്ചു എലിസബത്തിന്റെ രണ്ടാം ഭാഗത്തിനായി. എലിസബത്ത് ദ ഗോൾഡൻ ഏജ് എന്ന ചിത്രത്തിന് നിരവധി ഓസ്കാർ നാമനിർദ്ദേശങ്ങൾ ലഭിച്ചു. സിനിമ മാത്രമല്ല, കോമിക് പുസ്തകങ്ങളും ശേഖർ കപൂർ രചിച്ചിട്ടുണ്ട്. ആൻഡ്രൂ ലോയിഡ് വെബറുമായി ചേർന്ന് ബോംബെ ഡ്രീംസ് എന്നൊരു സ്റ്റേജ് മ്യൂസിക്കലും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. AR റഹ്മാൻ ആയിരുന്നു സംഗീതം. ഇതിനു പുറമെ ജലസംരക്ഷണ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ലോകത്ത് വരാനിരിക്കുന്ന ജലയുദ്ധങ്ങളെ ആസ്പദമാക്കി പാനി എന്നൊരു സിനിമ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. സുശാന്ത് സിംഗ് രാജ്പുത്തിനെ നായകനാക്കി പ്രഖ്യാപിച്ച ഈ ഡിസ്റ്റോപ്പിയൻ ചിത്രം പക്ഷേ യാഥാർത്ഥ്യമായില്ല. നിർമ്മാതാക്കളായ YRFുമായി ശേഖർ കപൂർ ഒത്തുപോകാത്തതായിരുന്നു കാരണം. സുശാന്തിനെ നായകനാക്കുന്നതിൽ നിർമ്മാണ കമ്പനി അതൃപ്തി പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ശേഖർ കപൂർ അതിന് തയ്യാറായില്ല. സിനിമ മുടങ്ങി. 20 വർഷമായി താൻ കീശയിൽ കൊണ്ടു നടക്കുന്ന ആ ചെറിയ കടത്തെപ്പറ്റി മാറ്റ് ഡാമൻ തുറന്നു പറയുമ്പോൾ ശേഖർ കപൂറിലെ സംവിധായകൻ ഉണരുന്നത് കാണാം. മാറ്റ്, ഒടുവിൽ നമുക്ക് കൈകോർക്കാനുള്ള സമയമായി എന്ന് ഹോളിവുഡ് താരത്തിന് മറുപടി നൽകുമ്പോൾ അദ്ദേഹത്തിന് 80ന്റെ ചെറുപ്പമാണ്. ചിലപ്പോൾ അങ്ങനെയൊരു സിനിമ സംഭവിച്ചേക്കാം. കാരണം ശേഖർ കപൂർ ഒരു റിബലാണ്.